അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന രീതിയിൽ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒത്തുചേരൽ അവൻ ഇഷ്ടപ്പെടുന്ന ഇബാദത്തായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇത് കാരണമായി രണ്ട് വീട്ടിലും വിജയിക്കുന്ന ഉത്തമ ഇബാദുകളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാന്യരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ഖാദിമാകാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഈ മഹത്തായ സംഗമം ഇനിയിവിടെ ഒരു വിഷയാവതരണമുണ്ട്. ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി ഇവിടെ എത്താനുമുണ്ട്. ചില ആളുകൾക്ക് നാട്ടിലേക്ക് പോകാനുമുണ്ട്. അതുകൊണ്ട് ദീർഘമായൊരു ഭാഷണം ഈ സമയത്ത് ഉചിതമല്ല എന്ന് നാം തിരിച്ചറിയുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ മരുമകൻ തങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. നൗഫൽ തങ്ങൾ, എനിക്കറിയാം, ഫൈലിയാണ്. അപ്പോൾ കുറഞ്ഞ വാക്കുകൾ, നിങ്ങൾ മാത്രമല്ല മരുമസ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മുഷിപ്പ് എന്തായാലും ഉണ്ടാവും. ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് കേരളീയ പാശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ മുഖം അത് ലഭിക്കുക എന്നത് വളരെ പ്രധാനമായൊരു സംഗതിയാണ്. എപ്പോഴും നമ്മൾ പറയും കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഇസ്ലാമിനെ നേരിട്ട് മനസ്സിലാക്കാൻ സാധ്യമായിട്ടുണ്ട് എന്നത്. അതൊരു വലിയ ഗൗരവമുള്ള വാക്കാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രായോഗിക ഇസ്ലാമിനെ പിൻപറ്റാനാണ് പരിശുദ്ധ ദീനിൻ്റെ, ഖുർആനിൻ്റെ, ഹദീസിൻ്റെ, മഹാന്മാരുടെ നിർദ്ദേശങ്ങളും കൽപ്പനകളും ഉള്ളത്. ഒരു ഹദീസ് ഉദാഹരണത്തിന് പറയാം. അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീൽ ബുഖാരിയിലുള്ളൊരു ഹദീസാണ്. ഇദാ സല്ലമ സല്ലമ സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിലേക്ക് വന്ന് സലാം പറഞ്ഞാൽ 3 വട്ടം സലാം പറയുമായിരുന്നു. ഇത് സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഏതെങ്കിലും ഒരു കെലിമത്ത് കൊണ്ട് സംസാരിച്ചാൽ ആദഹ സലാസൻ, 3 വട്ടം അത് മടക്കുമായിരുന്നു, ആവർത്തിച്ച് പറയായിരുന്നു. ഈ ഹദീസ് മാത്രം പഠിച്ച് ജീവിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ സദസ്സുകൾ വരുമ്പോൾ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ എങ്ങനെ മനസ്സിലാക്കുക? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സ്വഹീഹായ ഹദീസാണെന്നതിന് യാതൊരു കുഴപ്പമില്ല, സ്വഹീൽ ബുഖാരിൻ്റെ ഹദീസുമാണ്. പക്ഷേ അതിൻ്റെ വ്യാഖ്യാനം ആര് തരും? മൻഹലോ മുഞ്ചിതോ നോക്കി അർത്ഥം വെക്കുന്ന ഒരാൾക്ക് ഇത് ഏത് സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും പറഞ്ഞു എന്ന് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അവിടെയാണ് ഹദീസ് മനസ്സിലാക്കിയിട്ടുള്ള പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരങ്ങളുടെ പശ്ചാത്തലങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ ഹദീസ് വ്യാഖ്യാനിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഈ ഹദീസ് അത് 3 പറയുന്നത്, ഒന്ന് ഇസ്തിഇദാനിൻ്റെ സലാമാണ്, മറ്റൊന്ന് തഹയ്യത്തിൻ്റെ സലാമാണ്, മറ്റൊന്ന് വേർപിരിയുമ്പോഴുള്ള സലാമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസുകൾ വിശദീകരിച്ച് അതൊന്നും ഞാൻ വിശദീകരിക്കുന്ന നമ്മുടെ ഭാഗമല്ല.
3 ആവശ്യത്തിന് വേണ്ടി സലാം പറയുന്നതാണ്. പക്ഷെ സലാം പറയും 3 പ്രാവശ്യം എന്നാ ഹദീസിലുണ്ടാവുക. അപ്പോൾ ഇത് ഏത് രീതിയിൽ പറഞ്ഞു എന്ന് ജീവിച്ചു കാണിച്ചു തന്ന ഇസ്ലാമിൻ്റെ രൂപത്തെ യഥാർത്ഥത്തിൽ ഇവിടെ 20കളിൽ വരെ മാറ്റങ്ങളില്ലാതെ കൊണ്ടുപോയി നടന്നു. നമ്മുടെ മഹാന്മാർ അത് സ്വീകരിച്ചു കൊണ്ട് നടന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, വൈകല്യങ്ങളും വികൃതങ്ങളും ഇല്ല. പിന്നെ അത് വന്നപ്പോഴാണല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായത്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പം നമ്മളിവിടെ സമസ്തനെക്കുറിച്ച് കൂടുതൽ പറയണോ? സമസ്തയുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ 2 മുഷാവറ മെമ്പർമാരുടെ സംസാരം കേട്ടാൽ പോരെ സമസ്ത എന്താണെന്ന് തിരിയാൻ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ബഹുമാനപ്പെട്ട ദീനിൻ്റെ യഥാർത്ഥമായ രൂപം അതിവിടെ നിലനിർത്തി പോന്നു. പിന്നീട് വ്യത്യാസങ്ങൾ വന്നപ്പോൾ അത് തടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ, ബാധ്യത നിർവഹിക്കേണ്ടവർ നിർവഹിച്ചു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവർകൾ ആലിമീങ്ങളെ വിളിച്ചു ചേർത്തു. സംഘടന എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട സമസ്തക്ക് രൂപം കൽപ്പിച്ചു. യഥാർത്ഥത്തിൽ അതൊരു കറാമത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രവാചകൻ്റെ കറാമത്ത്, മുഅ്ജിസത്ത് ആ പ്രവാചകൻ്റെ ഉമ്മത്തിൽ കറാമത്തായി വരും. ഇതൊരു മത്തിനാണ്. ഇതിന് നമ്മൾ ശറഹ് എഴുതുക, മനസ്സിലാക്കുക. കാരണം ഏതെല്ലാം രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ടോ ആ രൂപത്തിലൊക്കെ പ്രതിരോധിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീർക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബഹുമാനപ്പെട്ട നേതാക്കൾ മുന്നോട്ട് പോയി. വളരെ നല്ലൊരു ചുറ്റുപാടുണ്ടായി. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിന് പോലും സംവിധാനിക്കാൻ പറ്റാത്ത വിധത്തിൽ വ്യവസ്ഥാപിതമായ മദ്രസകളും ദർസുകളും അറബി കോളേജുകളും ഇപ്പോൾ യൂണിവേഴ്സിറ്റികളും ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിഷയം ഉലമാ ഉമറാണ്. ബാധ്യതകൾ ഞാൻ അവിടെ വന്നപ്പോഴാണ് കണ്ടത്. ഏതായാലും അത് തന്നെയാണ് വിഷയം. ഉലമാ ഉമറ, ഉലമാഇൻ്റെയും ഉമറാഇൻ്റെയും കൂട്ടായ്മയിലൂടെയാണ് ഈ കാണുന്ന പ്രത്യേകമായ നല്ലൊരു സാഹചര്യം ഇവിടെ നിലനിന്നിട്ടുള്ളത്. അത് യാതൊരു സംശയവുമില്ല. കാരണം ഉമറ ഇല്ലാതെ എങ്ങനെയാണ് ഉലമാഇൻ്റെ ആജ്ഞകൾ നടപ്പിലാക്കുക? സാധ്യമല്ല. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ അത്ര മോശക്കാരല്ല. അവർ വലിയ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്, സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹൻ നാസു കുല്ലുഹും. 2-3 കാറ്റഗറിയെ തിരിച്ചു. 2 വിഭാഗം നന്നായാൽ നാസ് നന്നായി. അത് ഒന്ന് ഉലമാ ആണ്, മറ്റൊന്ന് ഉമറ ആണ്. പിന്നെ അവർ 2 ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അന്നാസ് ക്ലിയർ ആയി എന്നാണ്. ഇവിടെ ഉമറാ, സാധാരണ ഉലമാഇനെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ് ഏതാനും ചില വാക്കുകളിലൂടെ നമുക്ക് അവിടെ എത്താം. ഉമറാ എന്ന് പറയുന്നത് ഏത് കാലത്തും ദീനിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി, ദീനിൻ്റെ സംരംഭങ്ങളുടെ വിജയങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. അവരിലൂടെയാണ് പ്രായോഗിക ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഖുലഫാക്കളായിരുന്നു ഇവിടെ ഖാദിമാരെ നിശ്ചയിച്ചിരുന്നത്. ഇത് വലിയൊരു വിഷയം, ഞാൻ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഖാദിമാരെ നിശ്ചയിച്ചിരുന്നത് ഖലീഫമാരായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമികളായിരുന്നു. ഇന്ന് ഖാദിമാരെ നിശ്ചയിക്കുന്നത് ആരാ? ഒരു നാട്ടിലെ ഉമറാ, അഹ്ലുൽ ഹല്ലി വൽ അഖദ് ഒരുമിച്ച് കൂടി ഖാദിമാരെ നിശ്ചയിക്കുന്നു. അതിനുള്ള അധികാരം, നിശ്ചയിക്കാനും പിരിച്ചുവിടാനുള്ള അധികാരം ഉമറായിനാണ്. ഉമറാവും ഉലമാവും ആകാതെ, പക്ഷെ അഹ്ലുൽ ഹല്ലി വൽ അഖദ് ഇന്ന് സാധാരണഗതിയിൽ നാട്ടിലുള്ളത് ഉലമ. അപ്പോൾ ഇവർ ഖാദി എന്ന് പറഞ്ഞാൽ എന്താ? ഖാദി ഒരു വിധി കൽപ്പിച്ചാൽ സുന്നത്ത് ചിലപ്പോൾ നിർബന്ധമാകും. ഇസ്തിസ്ഖാ നിസ്കാരത്തിന് നോമ്പനുഷ്ഠിക്കണമെന്ന് ഖാദി പറഞ്ഞാൽ അത് നിർബന്ധമായില്ലേ സ്വീകരിക്കൽ? അത്തരം പവറുള്ള വിഭാഗത്തിനെ നിയന്ത്രിക്കുന്നത്, നിശ്ചയിക്കുന്നത് ഉമറ ആണ്. അതായത് അഹ്ലുൽ ഹല്ലി വൽ അഖദ്. അങ്ങനെയുള്ള പവറുള്ള ഒരു വിഭാഗമാണ് ഈ ഉമറ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പോലും അബൂ ത്വാലിബ് എന്നവരുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി ഒരു സപ്പോർട്ട് സമൂഹത്തിന് തേടിയിട്ടാണ് ത്വായിഫിലേക്ക് പോയത്. അവരിൽ നിന്ന് സപ്പോർട്ടില്ലാതായപ്പോൾ പിന്നെ നാട് വിടേണ്ടി വന്നു. അതാ ഉമറാഇൻ്റെ പിന്തുണ അല്ലെങ്കിൽ അവസ്ഥ. ഉമറാ ഉലമാഇൻ്റെ മാർക്കറ്റാണ്. ഉലമാ സമർപ്പിക്കുന്ന ആശയങ്ങളെ ഇവിടെ നടപ്പിൽ വരുത്തേണ്ടത്
ഉമറ ആണ്. അതുകൊണ്ട് തന്നെ ഉമറയിന് വലിയ പരിഗണനയാണ് ദീൻ നൽകിയിട്ടുള്ളത്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പരിഗണിച്ചത് മക്ക ഫതഹിൻ്റെ അന്ന് നമ്മളൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. അതുപോലെയുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് നിരത്താൻ കഴിയും. അങ്ങനെയുള്ള ഉമറാവും ഉലമാവും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇവിടെ ഒരുപാട് സംരംഭങ്ങളുണ്ടായി. പൊന്നാനി ദർസൊക്കെ നമുക്കറിയാം, വിദേശികളായ ആളുകൾ ഇവിടെ വന്ന് പഠിക്കുക. വാഴക്കാട് ദാറുൽ ഉലൂം കൊയപ്പത്തൊടി കുടുംബത്തിലെ ആ സംഭാവന ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് കണ്ണീർ ഉസ്താദിനെ സമ്മാനിക്കാൻ പറവണ്ണ ഉസ്താദ് പോലെയുള്ള ശംസുലൈമ പോലെയുള്ള റഹിമഹുമുള്ള വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്ത ദർസിൻ്റെ പിന്നിൽ ആ കൊയപ്പത്തൊടി കുടുംബം ഉറായിരുന്നു. ജാമിഅ നൂരിയ നമുക്കറിയാം, ബഹുമാനപ്പെട്ട കറാച്ചി ബാപ്പു ഹാജി, അതിനപ്പുറം ഈ മഹാന്റെ പിതാവ് ഖായിദുൽ ഖൗം ബാഫഖി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ ഉമറാക്കളിൽ നേതാവായിരുന്നല്ലോ. അരിക്കച്ചവടവും പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് തടസ്സമായിരുന്നില്ല. ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശങ്ങളാണ് ഇന്ന് കേരളത്തിൽ പന്തലിച്ചു കാണാൻ ഇതുപോലുള്ള സൗധങ്ങൾക്ക് നിമിത്തമായി തീർന്നത്. മാത്രവുമല്ല, ഉലമാഇനെ പരിഗണിക്കുകയും അവരുടെ നിർദ്ദേശങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉലമാ കാണിച്ചു തന്ന മാതൃകയാണ്. മരക്കൽ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളാണല്ലോ വിദ്യാഭ്യാസ പ്രസ്ഥാനം. ഇവിടെ ഇനി സ്വാതന്ത്ര്യമായാൽ സ്കൂളുകളിൽ മദ്രസ സംവിധാനം നടക്കില്ലെന്നും അതിന് ബദൽ സംവിധാനം ഉണ്ടാകണമെന്നും സൂചിപ്പിച്ചത് മഹാനായ ബാഫഖി തങ്ങളായിരുന്നു. അങ്ങനെയാണ് വിദ്യാഭ്യാസ ബോർഡിന് രൂപകൽപ്പന വരുന്നത്. അതുപോലെ പല ഉമറാക്കൾ ചെറിയ സംഭവം, ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് മമ്പാട് ഒരു മുജാഹിദ് സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കി ഒരുങ്ങി. അങ്ങനെ ഇ കെ ഹസൻ മുസ്ലിയാർ അടക്കമുള്ള നവറുല്ലാഹു മറാഖിദഹും വലിയ ആലിമീങ്ങളവിടെ വന്നു. മമ്പാടങ്ങാടിയിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് പോയിൻ്റ് അക്കരെ പോകണം. അവിടെ മഗ്രിബിക്ക് എത്തിയപ്പോൾ മുജാഹിദീങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തി സംവാദം മാറ്റി വെച്ചിട്ടുണ്ട്. ഇ കെ ഹസൻ മുസ്ലിയാരെ അവർക്കറിയാം. ഇ കെ ഹസൻ മുസ്ലിയാർ പറഞ്ഞു, എന്തായാലും ശരി, അവിടെ പോയിട്ട് പ്രസംഗിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മമ്പാട്ടുള്ളൊരു കാരണവർ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ബുദ്ധിയില്ല, പോകണ്ട. ഇതിനോട് പറഞ്ഞു തന്നത് അക്ബർ സാഹിബിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. മൂപ്പരുടെ പിതാവാണ് ആ പറഞ്ഞ ആൾ. നിങ്ങളങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഇ കെ എസ് മുസ്ലിയാർ വലിയ നിർബന്ധം പിടിച്ചെങ്കിലും ആ ഉമറായിൽപ്പെട്ട പ്രധാനിയായ വ്യക്തിയുടെ നിർദ്ദേശം സമ്മർദ്ദത്തിന് വാങ്ങിപ്പോയില്ല. എന്താ പ്രശ്നം എന്നറിയോ? കാലങ്ങൾക്ക് ശേഷം സംവാദങ്ങളൊന്നും നടക്കാതെ പോയെങ്കിലും അന്ന് ആ പോയിൻ്റ് അക്കരയുള്ള ഞാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തു നിന്നാണ് പറയുന്നത്. ഇത് റെക്കോർഡാണെന്ന് എനിക്കറിയാം. അതോടൊപ്പം എന്നോട് പറഞ്ഞ ആൾ ആ വ്യക്തിയുടെ മക്കളാണ്. അവിടുന്ന് അന്ന് സംവാദ വ്യവസ്ഥ നടക്കാതെ പോയതിൻ്റെ പേരിൽ പ്രഭാഷണം നടത്താൻ സമസ്തയുടെ സമുന്നതരായ നായകന്മാർ വന്ന് പോയിൻ്റ് അക്കരെ ചെന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരില്ലായിരുന്നു. കാരണം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളാണ് ഞാൻ എന്ന് അതിൽപ്പെട്ട ആളുകൾ പിന്നീട് പറഞ്ഞു. നമ്മൾ വിചാരിച്ചു ഇവിടെ ബിദ്അത്ത് വന്നാൽ എന്താ ഉള്ളത്, മറ്റേ വാള് ഭീകരവാദത്തിൻ്റെ വാള് ഇവിടെ അല്ലേ, ബിദ്അത്ത് വന്നാൽ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടാവും. ആലിമീങ്ങൾ പ്രസംഗിച്ച് പോരാണെങ്കിൽ പോകാൻ അയക്കാതെ വേണ്ടത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളിൽപ്പെട്ട ആളായിരുന്നു ഞാനെന്ന് പിന്നീട് പറയാം. ശംസുല്ലാഹി മുഹമ്മദൊക്കെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ? വേറെ എത്ര ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാളമ്പാട് ഉസ്താദ് റഹ്മത്തുള്ളാഹി മർക്കദി വിനീതനോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി അരീക്കോടങ്ങാടിക്ക് ദർസ് നടത്താൻ വേണ്ടിയിട്ട് ബാക്കിയാത്തിലെ കോട്ടേറ്റൻ ചെന്നപ്പോൾ കൂക്കി ആർത്ത് വിട്ടിട്ടുണ്ട്. ബാഫഖി തങ്ങൾക്ക് തലീക്കെട്ട്, വാലുള്ള തലീക്കെട്ട് എന്ന് കളി വാക്ക് കേട്ടിട്ടുണ്ട് ബിദ്അത്തിൻ്റെ ആളുകൾക്ക് നിന്ന്. ബിദ്അത്തിന് ഇവിടെ ഉയർച്ച ഉണ്ടായാൽ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിനെ അവഹേളിക്കൽ മാത്രമല്ല ഇല്ലായ്മ ചെയ്യലാണ് ചരിത്രം എന്ന് നാം മനസ്സിലാക്കണം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഉമറാ അവരാണ് ഉലമാഇൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നിട്ടുള്ളത്. അവർ നല്ല ചിന്താശേഷിയുള്ളവരുണ്ട്, പ്രവർത്തനക്ഷമതയുള്ളവരുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാ പല കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാണെന്ന് ഉലമാഇൻ്റെ മുകളിൽ ഉമറാ പോവുക എന്നതുണ്ടായാൽ അവിടെ അപകടം സംഭവിക്കും.
ഉമറ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ടെങ്കിലും അത് ഉലമാഉമായുള്ള കൂടിയാലോചനയിലൂടെ ആയിരിക്കണം. കാരണം ഇൽമ് അതിൽ നിന്നാണ് ഉലമാ ഉള്ളത്. ഇമാറത്ത് അത് നേതൃത്വമാണ്. ആ നേതൃത്വം നൽകുന്നവർ ഉലമാഇൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും അവരോട് കൂടിയാലോചിച്ചുകൊണ്ടുമായിരിക്കണം ചെയ്ത്. അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന്, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികൾ. ആ അനന്തരാവകാശം ലം യുവരിസു ദീനാറം വലാ ദിർഹമ, ദീനാറും ദിർഹമൊന്നുമല്ല അനന്തരം കൊടുത്തിട്ടുള്ള, അവർ ഇൽമാണ് അനന്തരം നൽകിയിട്ടുള്ളത്. ആ അനന്തരമുള്ള ആളുകളുടെ ചിന്തകളെയും കൽപ്പനകളെയുമായിരിക്കണം ഉമറ സ്വീകരിക്കേണ്ടത്. അതിന് അങ്ങനത്തെ ചില ആളുകളെ അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിക്കാൻ എന്നും അള്ളാഹു നിലനിർത്തും. ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിൻ്റെ മേൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം ഖിയാമം വരെ ഉണ്ടാവും. ഇന്ന് അങ്ങനെയൊന്നുമില്ല. പഴയ കാലത്തെ സംസ്ഥാന മുഷാവറമാരായിരുന്നു ഉഷാറ് എന്ന് പറയാൻ നിൽക്കണ്ട. അത് എല്ലാ കാലത്തും ഉണ്ടാവും. ഹക്കിൻ്റെ മേൽ നിലനിൽക്കുന്ന ആളുകൾ അത് സമസ്തക്കാരാണോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഉലമാഇൻ്റെ കൽപ്പനകൾ ശിരസ വഹിക്കുക. പക്ഷേ ഉലമാഇനെ അല്ലാഹു തആല അങ്ങനത്തെ ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഹദീസാ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ റസൂലുള്ളാഹിക്കും കുടുംബത്തിനും ഗുണം ചെയ്തു. എന്താണ് ആ ഗുണം? എന്താണ് ആ ഗുണം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തിലാണ് പ്രവാചകന്മാർ വന്നത്. ധാരാളം പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്തിന് വന്നു. ആ ഒരു ഗുണം പോലെ റസൂലുള്ളാഹിക്ക് കുടുംബത്തിന് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉമ്മത്തിൽ ബനി ഇസ്രായേലിലെ അമ്പിയാക്കന്മാർ നിർവഹിച്ച ദൗത്യം നിർവഹിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിലുണ്ടാവണം. അത് അല്ലാഹു തആല ഉണ്ടാക്കിയല്ലോ. അങ്ങനെയാണ് അല്ലാഹു തആല ദീനെ നിലനിർത്തിയത്. പക്ഷേ ഉലമാ ആകുന്ന ആളുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ വലിയ ബാധ്യത ഉള്ളവരും ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടേണ്ടവരുമായിട്ടുള്ള ആളുകളാണ്. അൽ ഉലമാ ഉമനാ ഉർ റുസുൽ, പ്രവാചകന്മാരുടെ അമാനത്ത് സൂക്ഷിക്കുന്നവരാണവർ. ഉമന ആണ്. മാലം യദ്ഖുലൂ ഫിദ്ദുന്യാ, ദുന്യാവിൽ പ്രവേശിക്കാതിരിക്കുന്ന കാലത്തോളം. അപ്പോൾ ഖീല വമാ ദുഖൂലുഹും ഫിദ്ദുന്യാ, എന്താ ഉലമാ ദുന്യവിയായ കാര്യങ്ങളിൽ ഭൗതികമായ വിഷയങ്ങളിൽ അവരുടെ പ്രവേശനം ഇല്ലാത്ത കാലത്തോളമാണ് പ്രവാചകരുടെ ഉമന ആയി അവരുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ദുഖൂലുഹും ഫിദ്ദുന്യാ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തിബാഉഹും സുൽത്താൻ, സുൽത്താന്മാരെ ഇത്തിബാ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. സാധാരണ ഇത്തിബാ എന്ന് ഉപയോഗിക്കൽ ദലീലിനൊക്കെയാണ്. ഭരണാധികാരികൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള സ്വഭാവം ഉലമാവിന് ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാകരുത്. അതുണ്ടായാലോ ഫൈദാ ഫഅലൂ ദാലിക ഫഹദറൂഹും ഫീ ദീനിക്കും, അങ്ങനെയാണോ അവർ ചെയ്യുന്നത് വെച്ചെങ്കിൽ ദീൻ കാര്യത്തിൽ പോലും ഓരോ സൂക്ഷിക്കണം എന്നാ. ദീന് പറയാൻ പറ്റണോ ഉലമാ അല്ല. അപ്പോൾ കാര്യം പറയുന്ന ആൾക്കാരായിരിക്കും ഉലമാവ്. മുഖം നോക്കാതെ വിഷയം പറയുന്ന ആളുകളായിരിക്കും ഉലമാവ്. അതിൻ്റെ പേരിൽ അവരോട് ദേഷ്യപ്പെടുകയോ അവരെ മാറ്റി നിർത്തുകയോ ചെയ്യുകയല്ല വേണ്ടത്. അവരാണ് ദീനിൻ്റെ യഥാർത്ഥമായ ഉലമാ എന്ന് തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുക. പിന്നെ ഉലമാഇന് അതുപോലത്തെ പല വിശേഷണങ്ങളും ഒത്തുചേരേണ്ടതുണ്ട്. അത് ഉലമാ ശ്രദ്ധിക്കേണ്ടതാണ്. ഉലമാഇൻ്റെയും ഉമറാഇൻ്റെയും ബാധ്യതയാണ് നമ്മുടെ സൂചിപ്പിക്കുന്നത്. ഉലമാഇൻ്റെ നിർദ്ദേശങ്ങൾ ഉമറാ നടപ്പിൽ വരുത്തുക, ഉലമാ ഈ പറയുന്ന രീതിയിലായിത്തീരുക. വളരെ ക്ഷമയുള്ള, വിനയമുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, വറഉള്ള രീതിയിലുള്ള ഉലമാ, ആ രീതിയിൽ ആയിത്തീരാൻ ഉലമാ ശ്രമിക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ സമസ്തയുടെ ഉലമാക്കളെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലായിട്ടുള്ള അങ്ങനത്തെ ഉലമാ, അവർക്ക് അഹങ്കാരമില്ല. ഞാനൊരു കാളമ്പാട് സ്ഥാനം തന്നെ ഉദാഹരണം പറയാം. ഒരു പ്രസിദ്ധമായ സ്ഥാപനത്തിൽ ഒരു കളവ് നടന്നപ്പോൾ ഇനി കാളമ്പാട് ഉസ്താദിനെ പറയുമ്പോൾ അതിൻ്റെ ഒരു ലൈഫായി മനസ്സിലായിക്കൊള്ളി. കാരണം ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഒരു 14 വർഷം നടന്നുകൊണ്ട് എന്തിനും ഉദാഹരണം ഉസ്താദാണ് ഞാൻ പറയാറുള്ളത്. അത് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു മനുഷ്യനുമാണത്. അടുക്കും തോറും ഇനിയും എന്തൊക്കെയോ കിട്ടാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള മഹാൻ, സാന്നിധ്യം പോലും സന്ദേശമായി ജീവിച്ച മഹാൻ, ബഹുമാനപ്പെട്ടവരുടെ വീട് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിന്നിരുന്നേ. അതായത് എന്താ ഒരു ദേശീയ മുസ്ലിമായ പോലെ ശൂന്യനാകണമെന്ന് ചിന്തയുള്ള ഒരാൾ
കാളമ്പാടി ഉസ്താദിനെ വീട്ടിൽ കാണാൻ പോയിട്ട് ഇതാണോ സമസ്തൻ്റെ പ്രസിഡന്റ് വെച്ചെങ്കിൽ ഈ സമസ്തൻ്റെ ആളാണ് ഞാൻ, ഈ സുന്നത്ത് ജമാഅത്താണ് ഞാൻ എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിന്ന അനുഭവമുള്ള ആളുകൾ. ഏതായാലും ആ ഉസ്താദ് ഒരു നിലപാട് സ്വീകരിച്ച് ഒരു കളവ് നടന്നു, പിടിക്കപ്പെട്ടപ്പോൾ പുറത്താക്കിയപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ, ഒരു ജീവനക്കാരനാണ് കോളേജിൽ, അവിടെ വന്നു. അവിടുത്തെ ഉസ്താദുമാരോട് മുഖത്ത് ചൂണ്ടി സംസാരിച്ചു. കുട്ടികളെ മുത്തഅല്ലിമീങ്ങളുടെ ഇടയിലിട്ട് ഉസ്താദുമാരോട് മുഖത്ത് ചൂണ്ടി സംസാരിച്ചാൽ പിന്നെ കുട്ടികളെന്താ ചെയ്യുക? സ്വാഭാവികമായി ഒരു ഇളകി. പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ ഓഫീസിലേക്ക് കേട്ട് മൂപ്പരെ അവിടെ പൂട്ടി. എന്നിട്ട് കാളമ്പാടി ഉസ്താദിനെയൊക്കെ വിളിച്ചു. ഉസ്താദ് വന്നിട്ട് സ്വീകരിച്ചൊരു നിലപാട്, കുട്ടികളെ ഞങ്ങൾ ഉണ്ടാകാതെ പോയിക്കോളി, ഞാൻ ഇവനെ വിടുന്നുണ്ട്, അവിടെ മാറിയാണ് നിന്നോളി എന്ന് പറഞ്ഞ പോലെ മാറി നിൽക്കുമെങ്കിലും അവരെ വൈകാരികമായ പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് അവിടുന്ന് മാറിയാലും ചിലപ്പോൾ കൈകാര്യം ചെയ്യും. അപ്പോൾ ഉസ്താദ് ആ മനുഷ്യനോട് പുറത്തേക്ക് വിടാൻ പറഞ്ഞു ഓഫീസിൽ നിന്ന്. അങ്ങനെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അയാളെ നിർത്തിയിട്ട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞ ശൈലി ഇതാ, എൻ്റെ കുട്ടികളേക്ക് നിങ്ങൾക്ക് അപമര്യാദയായ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. സമസ്തയുടെ നായകൻ, ആരോടും ബാധ്യതയില്ലാത്ത പണ്ഡിതൻ, വറഇൻ്റെ നിറരൂപമായ മഹാൻ അവിടുന്ന് പറയാണ്, ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഇതാണ് മുഖവുര. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ കുട്ടികളോട് എന്തെങ്കിലും അപമര്യാദയായിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവരോട് മാപ്പ് ചോദിക്കുക. അയാൾ കൈയുയർത്തി തല ഉയർത്തി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വെട്ടാൻ വന്ന മനുഷ്യൻ ഇത്ര താഴ്മയോട് ആ കുട്ടികളോട് ആവശ്യപ്പെടുന്ന രംഗം, അയാൾ സന്തുഷ്ടരായി അങ്ങനെ പോയി. കുട്ടികളാണ് അയാളെ യാത്ര അയച്ചത്. ഇതൊരു ഇടപെടലിൻ്റെ, വിനയത്തിൻ്റെ, താഴ്മയുടെ ഉദാഹരണവും അതിനനുസരിച്ചുണ്ടായ നേട്ടത്തിൻ്റെ ഉദാഹരണമാണ്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ, ഇതൊരു സാധാരണ കഥയാണ്, ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള മാതൃകാപരമായ പണ്ഡിതന്മാരായിരുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള, നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ആലിമീങ്ങളൊക്കെയും. ഞാൻ ചുരുക്കാണ്, അവർ കാര്യങ്ങൾ വ്യക്തമായി പറയും. അത് ആവശ്യമാണല്ലോ. ഇതാ ലഹറൽ ബിദഉ വസക്കത്തൽ ആലിമു എന്നാ പറഞ്ഞത്. നമ്മൾ ഉമറാവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിദ്അത്ത് വെളിവാവുകയും ആലിമും ഉണ്ടാതിരിക്കുകയും ചെയ്താൽ, അവിടെ ഉമറാവും ഉണ്ടാതിരിക്കുകയും ചെയ്താൽ എന്നല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആലിമും ഉണ്ടാതിരിക്കുകയും ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, ജനങ്ങളെയും മലക്കുകളെയും എല്ലാവരും ശാപം, അള്ളാൻ്റെ ഒക്കെ ശാപം ഉണ്ടാകും ബിദ്അത്ത് വെളിവായിട്ട് ആലിമും ഉണ്ടാതിരുന്നാൽ. അപ്പോൾ ആലിമീങ്ങൾ കാര്യം പറയും. അത് മുമ്പ് കാലം മുതൽ തന്നെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട അബൂ ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു അംർ ഇബ്നു സഈദിനോട് പറഞ്ഞൊരു സംഭവം സഹീഹുൽ ബുഖാരിയിലുണ്ട്. അംർ ഇബ്നു സഈദ് മദീനയിലെ യസീദിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗവർണറാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു അംർ ഇബ്നു സഈദിനോട് പറഞ്ഞു, അംർ ഇബ്നു സഈദ് മക്കയിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അവർക്കെതിരെ പട നയിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സൈന്യത്തിനെ പറഞ്ഞേക്കാണ്. എന്താ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചെയ്തത്? വേണ്ടാത്ത ധിക്കാരിയായ ഒരു ഭരണാധികാരിയെ ബൈഅത്ത് ചെയ്തില്ല എന്നുള്ളതാണ്. ആലിമീങ്ങൾ നിർവഹിക്കേണ്ട നിലപാടതല്ലേ. ഏതെങ്കിലും അണ്ടനും അടകോടനും അല്ലല്ലോ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. അറിവും സൂക്ഷ്മതയുമുള്ളവനല്ലേ നേതൃത്വം അംഗീകരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യസീദിൻ്റെ ഖിലാഫത്ത് അംഗീകരിച്ചില്ല എന്നതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടി സൈന്യത്തെ പറഞ്ഞയക്കുമ്പോൾ അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദൻ ലീ അയ്യുഹൽ അമീർ വഹദ്ദിസുക ഖൗലൻ, അമീർ എനിക്ക് നിങ്ങളോട് സംസാരം നടത്താനുണ്ട്. ഖാമ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഗദ മിൻ യൗമിൽ ഫത്ഹ്, മക്കം ഫതഹിൻ്റെ പിറ്റേന്ന് പ്രവാചകർ പറഞ്ഞ, മക്കം ഫതഹിൻ്റെ അന്ന് പ്രവാചകർ പറഞ്ഞിട്ടുള്ള ചില സംസാരങ്ങളാണ്.
എന്ന് പറഞ്ഞുകൊണ്ട് മക്കയുടെ പവിത്രതയെക്കുറിച്ച് ഭരണാധികാരിയുടെ മുമ്പിൽ ധീരമായി സംസാരിച്ചു. പക്ഷെ ഭരണാധികാരി കേട്ടോ കേട്ടില്ലെന്ന് വേറെ കാര്യം, എനിക്ക് അതിലേറെ അറിയാമെന്ന് പറഞ്ഞിട്ട് നൊണ്ടിന്യായം പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത്. ഇവിടെ ഉലമാ ബാധ്യത നിർവഹിച്ചു, പണ്ഡിതന്മാർ ഉത്തരവാദിത്വം നിർവഹിച്ചു. അങ്ങനെയുള്ള നിർവഹണമാണ്, ആ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ നിർവഹിച്ചു വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇവിടെ കാണുന്ന ഇത്തരം ദീനിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്ത നിലപാട് പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ആരാ പിന്നെ അത് പറയാ? അപ്പം അത് പറയുമ്പോൾ നമ്മൾ ഉലമാഇനെ ഉമറാ അനുസരിക്കുകയും പിന്താങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം പ്രയാസപ്പെടുത്തിയാൽ അത് വലിയ അപകടങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് നാം തിരിച്ചറിയുക. മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു തആല അൻഹു, ടിപ്പു സുൽത്താൻ വലിയാണോ വലിയല്ലേ എന്ന് സംശയത്തോടു കൂടെ ഒരാൾ കണ്യാല മൗലപ്പാപ്പാനത്തേക്ക് പോയി. ചെന്നേക്ക് തന്നെ, മൗലരെ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ വലിയാണ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് പുത്തനങ്ങാടിയിൽ, കാലില്ലാത്ത പാപ്പ. ഷെയ്ഖുൽ ജാമി അടക്കമുള്ള ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ടിപ്പു സുൽത്താൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണം നഷ്ടപ്പെടാൻ കാരണം ഉമ്മ പറഞ്ഞത്രേ, ഉസ്താദ് ആയ പണ്ഡിതൻ നാട് വിട്ടുപോയപ്പോൾ സുൽത്താനോട് പറയാത്തതിൻ്റെ പേരിൽ ഒരു ശിക്ഷാ നടപടി നടപ്പിലാക്കുക എന്ന നിലക്ക് കാല് മുറിച്ചു. ഉമ്മ പറഞ്ഞു മോനോട്, ടിപ്പു സുൽത്താനോട് ഉമ്മ പറഞ്ഞു, പണ്ഡിതൻ്റെ രക്തം നിലത്ത് വീഴാൻ കാരണമായിട്ടുണ്ടെങ്കിൽ നിന്റെ ഭരണം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ സമാപ്തിക്ക് അല്ലെങ്കിൽ അത് അവസാനിക്കാനുണ്ടായ കാരണം ഒരു പണ്ഡിതനോട് സ്വീകരിച്ച നിലപാടായിരുന്നു, വലിയ മഹാനായിട്ട് പോലും. ഇതാണ് ആലിമീങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ വരാനിരിക്കുന്ന വിപത്ത് എന്ന് ഉമറാ തിരിച്ചറിയേണ്ടതുണ്ട്. ഉമറാ വലിയ സമൂഹമാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരെ പ്രത്യേക കോളേജിൽ പഠിച്ചു വരുന്നവരല്ലെന്ന് മനസ്സിലാക്കി അവരെ തെറ്റുകൾ കണ്ട സദയം ചൂണ്ടിക്കാണിക്കൊടുക്കേണ്ടതും തിരുത്തേണ്ടതുമാണ്. പക്ഷേ അവർ ചെയ്യേണ്ടതോ ഉലമാഇനെ ആദരിക്കലാണ്. മറിച്ചാണെങ്കിൽ ഉണ്ടാകുന്നത് അപകടകരമായ അവസ്ഥയായിരിക്കും. ഞാൻ എൻ്റെ സംസാരത്തെ സമാപിക്കുന്നു ഇങ്ങനെ. ഇതിനേറ്റവും വലിയ റോൾ മോഡലായി കേരളത്തെ സമർപ്പിക്കാൻ കഴിയും. ഉലമാവും ഉമറാവും ഒത്തൊരുമിച്ചു കൊണ്ട് പ്രവർത്തിച്ചു. മഹാനായ കാളമ്പാടി ഉസ്താദ് വിനീതനോട് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ യോഗം ഒരു വ്യക്തിക്ക് വേണ്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ അറിവിൽ അങ്ങനെയാണ് എന്ന്. 33-ാമത്തെ വയസ്സിൽ സമസ്ത മുശാവറയിലേക്ക് വന്ന കാളമ്പാടി ഉസ്താദിൻ്റെ ജീവിതാവസാന ഭാഗമാണിത് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടി മുശാവറ യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ അത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് അവിടുത്തെ അനുജന്റെയും ഭാര്യയുടെയും വഫാത്തിന്റെ സന്ദർഭത്തിൽ ഇമാമത്ത് നിർത്താൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാത്തിരുന്നിട്ടുണ്ട്. ഉമറാഇന് നൽകിയ പരിഗണന തിരിച്ചെന്താ നൽകിയത്? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു അനുഭവം പങ്കുവെക്കുന്ന ഷറഫുദ്ദീൻ മുസ്ലിയാർ ഇവിടെയുണ്ട്. വേങ്ങരയിലൊരു കോളേജിൽ നിന്ന്, ആ കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സന്ദേശം വാങ്ങാൻ വേണ്ടി പോയ ഷറഫുദ്ദീൻ മുസ്ലിയാർ, വരക്കലുള്ള ഷറഫുദ്ദീൻ മുസ്ലിയാരാണത്. അദ്ദേഹം ചെന്നപ്പോൾ മൂപ്പരും കൂടെ ആളുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ സന്ദേശം തരാം, പക്ഷെ എൻ്റെ സന്ദേശം നിങ്ങളുടെ മാഗസിനിൽ കൊടുക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ സന്ദേശം വേണം. അങ്ങനെ മൂപ്പരും നല്ല ഹിക്മത്തുള്ള ആളാണല്ലോ. ശംസുൽ ഉലമയുടെ സന്ദേശം കിട്ടാൻ വേണ്ടി കണഞ്ഞ് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഞാൻ ഉദാഹരണ സഹിത പറയുന്ന ആളിവിടെ സാക്ഷിയാണ്. കിട്ടാതിരുന്നപ്പോൾ ഇവർ പാണക്കാട്ടേക്ക് പോയി. തങ്ങളോട് വിഷയം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ആ സന്ദേശം തന്നളി. മാറ്റല്ലല്ലോ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞു, ഇനി ശംസുൽ ഉലമ എൻ്റെ സന്ദേശം കിട്ടുകയാണെങ്കിൽ ഇത് കൊടുക്കാം.
പാണക്കാട്ട വലിയ തങ്ങൾ, സൂഫിവര്യനായ തങ്ങൾ, പണ്ഡിതനായ തങ്ങൾ, മഹാനവർകൾ ശംസുൽ ഉലമയുടെ സന്ദേശമില്ലാതെ എൻ്റെ സന്ദേശം കൈമാറരുതെന്ന് പറയാൻ നിമിത്തമായത് ബഹുമാനപ്പെട്ട സമസ്തയോടുള്ള ബഹുമാനാദരവുകളായിരുന്നു, ഉലമാഇന് നൽകിയ പ്രാധാന്യമായിരുന്നു. പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് തങ്ങളോട്, സ്ത്രീ പള്ളി പ്രവേശനത്തെക്കുറിച്ച്. തങ്ങൾ പറഞ്ഞ മറുപടി ഇന്നും ഞാൻ ഓർക്കുന്നു, ഞാൻ നേരിട്ട് കേട്ടതാണത്. അത് പണ്ഡിതന്മാർ പറയട്ടെ എന്നാ. മഹാനായ തങ്ങൾക്ക് പറയാം, പക്ഷേ തങ്ങൾ അവിടെ ഒരു മസ്ലഹത്ത് കാണിച്ചു. അങ്ങനെ മസ്ലഹത്തോട് ചേർത്ത് പിടിച്ച് ഉലമാഇന്റെ ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഉലമാഇനെ പരിഗണിച്ചു കൊണ്ടുപോകുന്ന പാരമ്പര്യമായിരുന്നു കേരള മുസ്ലിങ്ങളുടെ പാരമ്പര്യം. ആ പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചാൽ ഇന്നീ കാണുന്ന പുഷ്പിച്ചു നിൽക്കുന്ന ഈ സൗധങ്ങളെ നാളെ നമ്മുടെ ഉമ്മത്തിന് കൈമാറാൻ നമുക്ക് സാധ്യമാകും. ആര് തുരങ്കം വെക്കുന്നുവോ അത് ഈ സമുദായത്തിൻ്റെ നാശമായിരിക്കുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഉലമാവും ഉമറാവും തിരിച്ചറിയേണ്ടതുണ്ട് ആ കാര്യം. ഒത്തൊരുമയില്ല എങ്കിൽ നഷ്ടമാകുന്നത് ഉമ്മത്തിനാണ്, സമൂഹത്തിനാണ്. നമ്മൾ ഇതുവരെ നേടിയെടുത്തിട്ടുള്ള പുരോഗതി മുഴുവനും തകർത്തെറിയുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ കൂട്ടായ്മ തിരിച്ചറിയുക, ഉലമാഇന്റെ സ്ഥാനം മനസ്സിലാക്കുക, അതനുസരിച്ച് ഉമറാവ് പ്രവർത്തിക്കുക, ഉമറായിനെ പരിഗണിച്ചുകൊണ്ട് ഉലമാവും പോവുക എന്നതാണ് ബാധ്യതയായി എനിക്ക് സമർപ്പിക്കാനുള്ളത്. ഞാനിന്ന് വന്നപ്പോൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒരു ലേഖനത്തിൻ്റെ കോട്ടിങ് പുത്തൂർ റഹ്മാൻ എഴുതിയത് ഞാനിങ്ങനെ വായിച്ചു. അതുകൂടെ വായിക്കണം എന്ന് എഴുതിയിരുന്നു, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. അതിൻ്റെ ആകത്തുക എങ്ങനെയാണ്? സമസ്ത നേടിയിട്ടുള്ള പുരോഗതി, കേരള മുസ്ലിങ്ങളുടെ എല്ലാ നിലക്കുമുള്ള പുരോഗതി ഉലമാ ഉമറാഇൻ്റേതാണ്. ആ ഉലമാ ഉമറാ ബന്ധം തകർന്നാൽ നമ്മുടെ പുരോഗതി മുഴുവനും തകരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകാല ജമിയത്തുൽ ഉലമ ദീനിൻ്റെ വിഷയങ്ങൾ നടത്തട്ടെ, അതിൽ ആരും ഇടപെടാൻ പോകണ്ട എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അവസാനത്തെ ലേഖനവും അതാണ്. ആ സന്ദേശം തന്നെയാണ് നമുക്ക് കൈമാറാനുള്ളത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞ പോലെ ദീനിൻ്റെ വിഷയങ്ങൾ ഉലമാ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ. ആർക്കാ അതിൽ പോരായ്മയുള്ളത്? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, എന്തൊരു നേതൃത്വമാണത്. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചു, നമ്മൾ വന്നപ്പോൾ പ്രസംഗിക്കുകയാണ് ഖൽബിൻ്റെ തഖ്വയെക്കുറിച്ച്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞു, ഉസ്താദിൻ്റെ സംസാരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? മുഖസ്തുതി പറഞ്ഞാൽ മണൽ വാരിയ മുഖത്ത് കയറിയെന്നാണ് പറഞ്ഞ്. അതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ പറഞ്ഞ മുഖസ്തുതി പറഞ്ഞില്ല, എനിക്ക് കാര്യപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറഞ്ഞ മറുപടി. ഈ നിലക്ക് ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന സിംബലുകളായി, ഉദാഹരണങ്ങളായി കാണിക്കാൻ പറ്റുന്ന ഉലമാഇന്റെ കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ 100ാം വാർഷികമാണ് വരാനിരിക്കുന്നത്. പ്രചാരകരും പ്രവർത്തകരുമായ നമുക്ക് നന്നു, വിട്ടുനിന്നാൽ നഷ്ടം നമുക്കാണെന്ന് തിരിച്ചറിയുകയും ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും സജീവമാവുകയും സമസ്തയുടെ പുണ്യം നേടാൻ, കറാമത്ത് വാങ്ങാൻ എല്ലാ നിലക്കുമുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇഖ്ലാസുൽ ഖാദിമീങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുവീട്ടിലും അല്ലാഹു നമ്മെ വിജയികളിൽ പെടുത്തട്ടെ. ഇങ്ങനെ ഒരു പരിപാടിക്ക് അവസരം തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി അല്ലാഹു ഇത് കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണേ എന്ന വസിയത്തോടെ അല്ലാഹു നമ്മുടെയും മക്കളുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.